ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി ഗുരുതരാവസ്ഥയിലാണെന്ന പ്രചാരണം ശക്തമായി. മുസ്തഫയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ അവകാശപ്പെട്ടു. എന്നാൽ ഇറാനിയൻ അധികൃതരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും മനു ഭരതാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മനു, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? മുജ്തബ ഖംനേയി ഏത് നിലയിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രംപ് തന്നെ അദ്ദേഹം 90% അവസാനിച്ചു കഴിഞ്ഞു എന്ന ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഖംനേയി എവിടെയുണ്ട് എന്ന അന്വേഷണം വ്യാപകമായിരുന്നു. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമ വിവരങ്ങൾ അനുസരിച്ച് ഖംനേയി അതീവ അത്യാസന്ന നിലയിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇറാനിയൻ പ്രസിഡന്റ് തന്നെ നേരത്തെ ഖംനേയുമായി ആശയവിനിമയം നടത്തുന്നത് വളരെ പ്രയാസകരമായി മാറിയിരിക്കുന്നു എന്ന് തുറന്ന് സമ്മതിച്ചിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് തുറന്ന് സമ്മതിച്ചിരുന്നു. അപ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രചരണം ഇപ്പോൾ ശക്തമാവുകയാണ്. ഖംനേയുടെ ആരോഗ്യസ്ഥിതി വളരെ വളരെ മോശമായി വരുന്നു എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. അപ്പോൾ ട്രംപ് നേരത്തെ ഇത് സംബന്ധിച്ച ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ചില പരിഹാസങ്ങൾ നടത്തുന്നു. അതിന് പുറകെ ഇറാനിൽ നിന്നും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങളും വരികയാണ്. ഏതായാലും ജെറുസലേം പോസ്റ്റും ചാനൽ 14-ഉമൊക്കെ ഖംനേയുടെ നില വളരെ ഗുരുതരമായി തുടരുന്നു എന്നാണ് പറയുന്നത്. ഇറാൻ്റെ പരമോന്നത നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ ഇദ്ദേഹത്തിന് മുമ്പ് ഫെബ്രുവരി 28-ന് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് ശേഷമാണ് മുസ്തഫ ഈ ചുമതല ഏറ്റെടുക്കുന്നത്, പരമോന്നത നേതാവ് എന്ന നിലയിലുള്ള ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ അടുത്ത പരമോന്നത നേതാവിൻ്റെയും ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലാകുമ്പോൾ ഈ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ അത് ഇറാന് ഒരു പ്രതിരോധത്തിലാക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, മനു ഭരത്താണ് നമ്മളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്.